പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൽ നാം കേട്ടത് 5000 പേരെ 5 അപ്പവും 2 മീനും കൊണ്ട് ഈശോ ഭക്ഷണം നൽകി സംതൃപ്തരാക്കിയതിൻ്റെ അത്ഭുത പ്രവർത്തനമാണ്. എന്നാൽ ഇത് വെറും വിശപ്പടക്കിയ ഒരു അത്ഭുതമല്ല. ദൈവത്തിൻ്റെ കരുണയും മനുഷ്യൻ്റെ വിശ്വാസവും പങ്കുവെക്കലിൻ്റെ മഹത്വവും വെളിപ്പെടുത്തുന്ന ഒരു വലിയ സന്ദേശമാണ്. സ്നാപക യോഹന്നാൻ്റെ മരണവാർത്ത കേട്ട് ഏകാന്തതയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ച യേശുവിനെ ജനക്കൂട്ടം പിന്തുടരുന്നു. സ്വന്തം ദുഃഖം മറന്ന് അവിടുന്ന് ജനങ്ങളെ സ്വീകരിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ മുഖം. സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ വേദനയ്ക്ക് മുൻഗണന നൽകുന്ന സ്നേഹം. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ജനങ്ങളെ പറഞ്ഞയക്കുക, കാരണം അവർ കണ്ടത് വളരെ കുറവായിരുന്നു. ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. എന്നാൽ യേശുവിൻ്റെ കണ്ണുകളിൽ അത് മാത്രമായിരുന്നില്ല. ദൈവത്തിൻ്റെ കൈകളിൽ സമർപ്പിക്കപ്പെടുന്ന ചെറിയൊരു സമ്മാനം പോലും അനേകരുടെ അനുഗ്രഹമായി മാറുന്നുവെന്ന് അവിടുന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ഒരിക്കൽ ഒരു സ്കൂളിൽ ഉച്ചഭക്ഷണ സമയത്ത് ഒരു കുട്ടി ഭക്ഷണം കൊണ്ടുവരുവാൻ മറന്നുപോയി. അവൻ്റെ സുഹൃത്ത് തൻ്റെ 2 ചപ്പാത്തിയിൽ നിന്നും 1 ചപ്പാത്തി അവന് നൽകി. അത് കണ്ട് മറ്റു കുട്ടികളും തങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് കുറച്ചു വീതം മറ്റുള്ളവർക്ക് പങ്കുവച്ചു. അവസാനം വിശന്നിരുന്ന ഒരാൾ മാത്രമല്ല, എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. അധ്യാപകൻ പറഞ്ഞു, പങ്കുവെക്കുവാൻ തയ്യാറായ ഒരു ഹൃദയമാണ് സമൃദ്ധിയുടെ തുടക്കം. ഇന്നത്തെ സുവിശേഷവും പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളും പലപ്പോഴും പറയുന്നു, എൻ്റെ കഴിവ് കുറവാണ്, എൻ്റെ സമയം കുറവാണ്, എൻ്റെ പണം കുറവാണ്. എന്നാൽ ദൈവം ചോദിക്കുന്നത്, നിനക്കുള്ളത് എനിക്ക് തരാമോ എന്നാണ്. നാം ഉള്ളത് ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് അതിനെ അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റും. ഈ അത്ഭുതവും വിശുദ്ധ കുർബാനയിലേക്കും നമ്മെ നയിക്കുകയാണ്. ഓരോ ദിവ്യബലിയിലും അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു. അവിടുന്ന് ഇന്നും നമ്മെ ആത്മീയമായി പരിപോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് കുർബാനയിൽ പങ്കുചേരുമ്പോൾ നാമും നമ്മുടെ ജീവിതവും സന്തോഷങ്ങളും ദുഃഖങ്ങളും പരിമിതികളും യേശുവിൻ്റെ കൈകളിൽ സമർപ്പിക്കാം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബങ്ങളിലും ഇടവകയിലും സമൂഹത്തിലും യേശുവിൻ്റെ കരുണയുടെ ഉപകരണങ്ങളായി നമുക്ക് മാറാം. ഒരു നല്ല വാക്ക്, ഒരു സഹായഹസ്തം, ഒരു പ്രാർത്ഥന, ഒരു പുഞ്ചിരി, ഇവ ചെറുതാണെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ കൈകളിൽ അവ വലിയ അനുഗ്രഹങ്ങളായി മാറും. പ്രായോഗിക ജീവിത പാഠങ്ങൾ നമുക്ക് ഈ വചനത്തിൽ നിന്ന് ഉൾക്കൊള്ളാം. ഒന്നാമതായിട്ട്, ഉള്ളത് ദൈവത്തിന് സമർപ്പിക്കുക. എൻ്റെ കയ്യിൽ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയാതെ ഉള്ളത് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് അതിനെ അനുഗ്രഹമാക്കി മാറ്റുന്നു. നമ്മുടെ സമയവും കഴിവും പ്രാർത്ഥനയും സ്നേഹവും എന്നിവയെല്ലാം നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. രണ്ടാമതായിട്ട്, അനുകമ്പയുള്ള ഹൃദയം വളർത്തുക. ജനക്കൂട്ടത്തിൻ്റെ വിശപ്പും വേദനയും കണ്ട യേശു കരുണ കാണിച്ചു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണുവാനും സഹായിക്കുവാനും നാമും പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട്, ചെറിയ പങ്കുവെക്കൽ വലിയ അനുഗ്രഹമാകും. ഒരു ബാലൻ്റെ 5 അപ്പവും 2 മീനും 5000-ങ്ങൾക്കുള്ള അനുഗ്രഹമായി. നമ്മുടെ ചെറിയ സഹായം പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിച്ചേക്കാം. നാലാമതായിട്ട്, പ്രശ്നങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക. ശിഷ്യന്മാർ കുറവാണ് കണ്ടത്, യേശു സാധ്യതകൾ കണ്ടു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഭയപ്പെടാതെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അഞ്ചാമതായിട്ട്, നന്ദി പറയുന്ന മനോഭാവം വളർത്തിയെടുക്കുക. യേശു അപ്പമെടുത്ത് ആദ്യം ദൈവത്തിന് നന്ദി പറഞ്ഞു. നമുക്കുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ജീവിതം നമുക്ക് നയിക്കാം. ആറാമതായിട്ട്, ദൈവം സമൃദ്ധമായി നൽകുന്നു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായ ശേഷം 12 കൊട്ട നിറയെ ശേഷിച്ചു. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല
സമൃദ്ധമായി അനുഗ്രഹിക്കുന്നവനാണ്. ഈ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവിടുത്തെ കൈകളിൽ വലിയ അനുഗ്രഹങ്ങളായി മാറുന്നു. അതിനാൽ കരുണയോടെ ജീവിക്കാം, പങ്കുവയ്ക്കാം, നന്ദിയുള്ളവരാകാം. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ വിശ്വാസമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, ഈ ദിവ്യബലിയിൽ നമുക്കുള്ളതെല്ലാം കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ ചെറിയ ചെറിയ സമർപ്പണങ്ങളിലൂടെ അനേകർക്ക് ജീവനും പ്രത്യാശയും നൽകുവാൻ, ഇവ അനുഗ്രഹമാക്കി മാറ്റുവാൻ അവിടുന്ന് നമ്മെ ഉപയോഗിക്കട്ടെ. നമുക്ക് പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിക്കാം നമ്മളെ തന്നെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.